എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു. 40 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വയ്യ, ഭയങ്കരമായിട്ട് പ്രശ്നമാണ്, ദേഹത്തെല്ലാം വേദനയാണ്. അപ്പോൾ അതൊക്കെ പീരീഡ്സൊക്കെ നിൽക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് അവരതുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യും, എന്നിട്ട് സഫർ ചെയ്ത് ജീവിക്കും. പലപ്പോഴും നമ്മൾ പെരിമെനോപോസൽ സിംറ്റം ആണെന്ന് വിചാരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഈ സാധനം എടുത്ത് കഴിച്ചാൽ ഇത് കംപ്ലീറ്റ് സിംറ്റം മാറുകയും ചെയ്യും. നിങ്ങൾക്ക് 45 വയസ്സെന്ന് വെച്ചാൽ ഒന്നുമല്ല, നിങ്ങളുടെ നല്ലൊരു ലൈഫ് ഇനി മുമ്പോട്ട് കിടക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടത് 2-3 ആഴ്ച മുമ്പായിരിക്കാം, നമ്മളറിയാവുന്നൊരു സെലിബ്രിറ്റി അവർ ഒരു സോഷ്യൽ മീഡിയയിൽ പറയുകയാണ്, എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു. 40 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വയ്യ, ഭയങ്കരമായിട്ട് പ്രശ്നമാണ്, ദേഹത്തെല്ലാം വേദനയാണ്. അപ്പോൾ ഇതെല്ലാം ദേഹത്തെല്ലാം വേദനയാണ്. പണ്ട് എനിക്ക് നന്നായിട്ട് ബൈക്കൊക്കെ പിടിച്ച് സംസാരിക്കാമായിരുന്നു, എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല, ഞാൻ ഓടിച്ചാടി നടക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒട്ടും വയ്യ, ദേഹത്ത് വേദനയാണ്, ഒരു മൈക്ക് പിടിച്ചാൽ പോലും ദേഹത്ത് വേദനിക്കുന്നു, ആ രീതിയിൽ പറയുന്നു. അപ്പോൾ ഈ 40 വയസ്സ് കഴിയുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഇത് സ്ഥിരമായിട്ട് പറ്റുന്നത് നമ്മൾ സംഭവിക്കുന്നൊരു കാര്യമാണ്. പലപ്പോഴും 45-50 വയസ്സുള്ള ലേഡീസ് നമ്മുടെയൊക്കെ പറയുന്നതാണ്, ഡോക്ടറെ ഇപ്പോൾ റിട്ടയർ ചെയ്യാറൊക്കെ ആയി, ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്, ഇപ്പോൾ വയ്യ, ഭയങ്കര വേദനയാണ്, രാവിലെ പണ്ട് 5 മണിക്ക് എഴുന്നേറ്റ് എല്ലാ പണിയും തീർത്ത് 7 മണിക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്നതാണ്, ഇപ്പോൾ എനിക്ക് 6-7 മണിയായപ്പോൾ എഴുന്നേക്കാൻ പോലും വയ്യ, ദേഹം വേദനയാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത്, ഇത്ര നാൾ ഓടിയതിൻ്റെ ക്ഷീണമാണ്, എൻ്റെ വാറണ്ടി കഴിയാറായി, ശരീരത്തിൻ്റെ വാറണ്ടി കഴിയാറായി, ഇനി നമുക്ക് ഈ വേദനയൊക്കെ സഹിച്ച് അടുത്ത 10-30 കൊല്ലം പോവുക, നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറ്റുന്ന രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതായി. കാരണം ഇത് പതുക്കെ പീരീഡ്സൊക്കെ നിൽക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് അവരതുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യും, എന്നിട്ട് സഫർ ചെയ്ത് ജീവിക്കും. അങ്ങനെ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 45 വയസ്സ് കഴിഞ്ഞ് 40-42 വയസ്സ് കഴിയുമ്പോൾ സ്ത്രീകളിൽ ഹോർമോൺസിൻ്റെ അളവ് കുറച്ച് വ്യതിയാനങ്ങൾ വരും. കാരണം പീരീഡ്സൊക്കെ നിൽക്കുന്ന മാസം മുറ നിൽക്കുന്ന ഒരു സമയമാണല്ലോ. ആ സമയത്ത് പെരിമെനോപോസൽ സിംറ്റംസ് കുറച്ച് കാണാം. പക്ഷേ ഈ പെരിമെനോപോസൽ സിംറ്റംസിൻ്റെ പ്രശ്നം നമ്മൾ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ അതുമായിട്ട് പെരിമെനോപോസൽ സിംറ്റം ആണ് വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ മഗ്നീഷ്യം ഡെഫിഷ്യൻസി, ഇത് കോമൺ ആയിട്ട് ഈ ഡിഫ്യൂസ് ഇതുപോലെ ഉറക്കക്കുറവ് അല്ലെങ്കിൽ മൂഡ് ഫ്ലക്ച്വേഷൻസ്, ദേഹം മൊത്തം വേദന ആയിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഇത് കോമൺ ആയിട്ട് കാണാം. പലപ്പോഴും നമ്മൾ പെരിമെനോപോസൽ സിംറ്റം ആണെന്ന് വിചാരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഈ സാധനം എടുത്ത് കഴിച്ചാൽ ഇത് കംപ്ലീറ്റ് സിംറ്റം മാറുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ഒന്ന്. രണ്ടാമത്തെ കാര്യം, തൈറോയിഡിൻ്റെ പ്രശ്നം, ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡിൻ്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂസ് ദേഹത്ത് മൊത്തം ഈ വേദനകൾ വരാം, നമുക്കൊരു അലസത വരാം, അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ട് വരാം, ഉറക്കം കൂടുതൽ വരാം, അതെല്ലാം ഹൈപ്പോതൈറോയിഡിസിലും കാണും. പിന്നെയുള്ള വേറൊരു അസുഖം നമുക്കെല്ലാവരും ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫൈബ്രോമയാൽജിയ, ദേഹം മൊത്തം വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അതിന് ഫൈബ്രോമയാൽജിയെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ തന്നെ ചെയ്തിട്ട്, ഫൈബ്രോമയാൽജിയുടെ ദേഹം മൊത്തം വേദനയും കഴപ്പുമായിരിക്കും, കൈകാല കഴപ്പ് കാണും, ഉറക്കം കിട്ടത്തില്ല, ആവശ്യമില്ലാതെ ആങ്സൈറ്റി വരുന്നു, ഇതെല്ലാം ഒരു ഫൈബ്രോമയാൽജിയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ പെരിമെനോപോസൽ സിംറ്റമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധിക്കും. ഫൈബ്രോമയാൽജിയ വരുമ്പോൾ ആളുകൾ വിചാരിക്കും എനിക്ക് 40 കഴിഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ തുടങ്ങിയത്. പിന്നെ ഫീമെയിൽസിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഫൈബ്രോമയാൽജിയ കൂടുതലായിട്ട് കാണുന്നത് ഫീമെയിൽസിലാണ്. കാരണം ഫീമെയിൽസ് ഈ സമയത്തായിരിക്കുമല്ലോ പലപ്പോഴും കണ്ടമാനം ജീവിതത്തിൽ സ്ട്രെസ് എടുക്കും. 40-45 വയസ്സാകുമ്പോഴായിരിക്കും ഫാമിലിയുടെ പ്രഷറും കുട്ടികളുടെ പഠിത്തവും ജോലിയും ഇതെല്ലാം കൂടി ജഗിൾ ചെയ്യുന്ന മൾട്ടി ടാസ്ക്കേഴ്സാണ് ഫീമെയിൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് സ്ട്രെസ് വന്നു കഴിയുമ്പോൾ ഫൈബ്രോമയാൽജിയ കൂടുതൽ ഉണ്ടാകാനുള്ള ചാൻസും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ 40-45 വയസ്സിൽ വേദന ഉണ്ടാകുമ്പോൾ പെരിമെനോപോസൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലോ, നമ്മൾ മെനോപോസ്, അതായത് നമ്മുടെ മാസമുറയൊക്കെ നിൽക്കുന്ന സമയം, മാർത്ത വിരാമം തുടങ്ങുന്ന സമയത്ത് ഈ വേദനകൾ ഉണ്ടാകുമ്പോൾ ആളുകളെല്ലാം വിചാരിക്കും ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് പ്രശ്നമുണ്ടാകാം. ഒരു സംശയമില്ല. 45-50 വയസ്സാകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയും, അതായത് ഹോർമോൺസിൻ്റെ ചേഞ്ച് കൊണ്ട് നമ്മൾ AC മുറിയിൽ ഇരുന്നാലും ചൂട് പെട്ടെന്ന് കയറുന്ന പോലെ വന്ന് വേർക്കുക, അതൊരു കോമൺ സിംറ്റമാണ്. അത് ക്ലാസിക്കലായിട്ട് നമ്മുടെ ഈ ആർത്തവിരാമത്തിൻ്റെ ലക്ഷണമാണ്. വേറൊരു ലക്ഷണം, ഒരു ബ്രെയിൻ ഫോഗ്, ചിന്തിക്കുന്നതിൻ്റെ ഒരു സ്പീഡ് കുറച്ച് കുറയുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മൂഡ് ഫ്ലക്ച്വേഷൻസ് വരുന്നു. ഇതെല്ലാം ആ ഒരു 45-50 വയസ്സിലുണ്ടാകുന്നൊരു പ്രശ്നമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഇതിനെ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കാരണം ഇത് പെരിമെനോപോസൽ മാത്രമാകത്തില്ല, അതൊരു കോസാണ്. ഈ 45 വയസ്സിലുണ്ടാകുന്ന വേദനയ്ക്ക് ഉണ്ടാകുന്ന ഒരു കോസ് ഈ ഹോർമോൺ ചേഞ്ചസ് ആയിരിക്കാം. എല്ലാം അതുകൊണ്ട് തന്നെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സഫർ ചെയ്തുകൊണ്ടിരിക്കരുത്. കാരണം ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടോ, അല്ലെങ്കിൽ മഗ്നീഷ്യം കുറയുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ഫൈബ്രോമയാൽജിയ കൊണ്ടോ, തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടോ ഒക്കെ ഇതുപോലെയുള്ള സിംറ്റംസ് വരാം. അങ്ങനെയുള്ള സിംറ്റംസ് വരുമ്പോൾ പിന്നെ വേറൊരു സാധനം, നമ്മുടെ ഏർലി ഇൻഫ്ലമേറ്ററി ആർത്തറി, അതായത് വാതരോഗങ്ങളുടെ ആരംഭവും, റുമറ്റോയിഡ് ആർത്രൈറ്റിസോ SLE പോലെ, ജോഗ്രിൻ സിൻഡ്രോം, SLE ഇതെല്ലാം ഉണ്ടാകുന്ന 40-45 വയസ്സുള്ള ലേഡികൾക്ക് ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ എൻ്റെ വാറണ്ടി കഴിഞ്ഞു, എനിക്ക് 40 പ്രായമായി, ഇനി ഇത് സഫർ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ മണ്ടത്തരമായിരിക്കും. എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു ഡോക്ടറെ കാണുക, ഡോക്ടറെ കണ്ടിട്ട് എന്താണ് ഇതിൽ ഏതാണ് കാരണമെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ച് കഴിഞ്ഞാൽ ഒരു 80-85% ആൾക്കാരിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരും.
ബാക്കി 10-15% ആൾക്കാർക്ക് ഹോർമോൺ ചേഞ്ച് കൊണ്ടായിരിക്കും. അതാണെങ്കിൽ അതിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഒരിക്കലും പെരിമോനോപോസിലാണെങ്കിൽ അതിനും ചെറിയ സപ്ലിമെൻറ്റ്സും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനും റിലീഫ് ഡെഫിനറ്റ്ലി കിട്ടും. അതുകൊണ്ട് 45 വയസ്സെന്ന് പറഞ്ഞാൽ 40-45 വയസ്സിന് ഒരിക്കലും ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരാളുടെ എൻഡല്ല. അത് വേദന സഹിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. ഇനിയും 10-40 വർഷം പ്രൊഡക്റ്റീവാണ്. നമുക്കറിയാം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും ഇപ്പോൾ മുഖ്യമന്ത്രി ആകാൻ പോകുന്നവരുടെയും കണ്ടൻറ്റേഴ്സിൻ്റെയൊക്കെ പ്രായം നമുക്കറിയാമല്ലോ, 70, 75, 80 വയസ്സൊക്കെയാണ്. അപ്പോൾ 41 വയസ്സ് പ്രായമേ അല്ല ഇന്നത്തെ കാലത്തിൽ. വീണ്ടും 30-35 വർഷം പ്രൊഡക്റ്റീവായിട്ട് മുമ്പിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇത് എല്ലാ ഫീമെയിൽസിനോടും പറയാനുള്ളതാണ്. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും താങ്ങി നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 45 വയസ്സെന്ന് വെച്ചാൽ ഒന്നുമല്ല, നിങ്ങളുടെ നല്ലൊരു ലൈഫ് ഇനി മുമ്പോട്ട് കിടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് കോസ് ഓഫ് പെയിൻ എന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാതെ എന്തുകൊണ്ടുണ്ടാകുന്നത് കണ്ടുപിടിച്ച് ചികിത്സിക്കുക. വേദനയും കുറയുകയും നിങ്ങൾക്ക് വീണ്ടും പ്രൊഡക്റ്റീവ് ലൈഫിലോട്ട് മുന്നോട്ട് വരാൻ സാധിക്കുകയും ചെയ്യും.